സോ വെൽക്കം ബാക്ക്. നമ്മളെന്ന് പറയുന്നത് നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണല്ലേ. നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാറുണ്ട്. അനാറ്റമിയും ഫിസിയോളജിയും സൈക്കോളജിയും സോഷ്യോളജിയും പിന്നെ ബയോകെമിസ്ട്രിയും മൈക്രോബയോളജിയും ഫാർമക്കോളജിയും പത്തോളജിയും അങ്ങനെ നീണ്ട വലിയൊരു നിര തന്നെ ഇനിയും പറയാനുണ്ട്. ഗൈനക്കോളജി, പീഡിയാട്രിക്, സൈക്യാട്രി, ഹെൽത്ത് നഴ്സിംഗ്, ഫൗണ്ടേഷൻ 1, 2 അതിൻ്റെ തന്നെ പല പാർട്ടുകളായിട്ടുണ്ട്. ന്യൂട്രീഷൻ, ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. പക്ഷേ ഇതിലുപരി ഒരു നേഴ്സ് എന്ന നിലയിൽ നമുക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടേതായ ഒരുപാട് എത്തിക്സും നമ്മുടേതായ ഒരു നേഴ്സിംഗ് പ്രൊഫഷനിൽ. കാരണം നമുക്കറിയാം ചില നേഴ്സുമാർ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കും പെരുമാറുന്നത്. ചിലവരാണെങ്കിൽ കടിച്ച് കീറാൻ വരുന്ന ഒരു പെരുമാറ്റം. അപ്പം നമ്മൾ ഏത് രീതിയിലാണ് ഡയറക്റ്റഡ് ആവേണ്ടത്, നമ്മളെങ്ങനെ ആവണം, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് അങ്ങനെ ആയി മാറി. ഇപ്പം നല്ല സ്വഭാവത്തോടെ നന്നായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഒരു മൊമെൻറ്റിൽ നമ്മളുടെ ഒരു വർക്ക് ലോഡും നമുക്ക് ഉണ്ടാകുന്ന ഒരു മെൻ്റൽ സ്ട്രെസ്സും ഒക്കെ കാരണം ചിലപ്പം ചില നേഴ്സുമാർ ഹാർഷായിട്ട് സംസാരിച്ചൊന്നും വരാം. ചിലവർക്ക് നമ്മൾ പുതിയതായിട്ടായിരിക്കും ഒരു നേഴ്സിംഗ് ഓഫീസർ എന്ന പദവിയിലോട്ട് പോകുമ്പം ഒരുപാട് സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് പറയും ഇപ്പം മരുന്ന് കഴിക്കാൻ പറ്റില്ല, കാരണം അത് അവരുടെ മതാചാര പ്രകാരമുള്ള കാര്യങ്ങളാണെന്ന് പറയും. പക്ഷേ ഒരു പുതിയൊരു നേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് പേഷ്യൻ്റ് അപ്പം മരുന്ന് കൊടുത്തേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് അതൊരു ബുദ്ധിമുട്ടാണ്. ആ ഒരു വ്യക്തി ക്രിട്ടിക്കൽ സിറ്റുവേഷനിലോട്ട് പോകുക. അപ്പം ഇങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ പ്രൊഫഷണാലിസം എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് തന്നെ. അപ്പം നമ്മുടെ അടുത്ത് പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേഴ്സുമാരാണ്. അപ്പം നേഴ്സിംഗ് എന്ന പ്രൊഫഷനിൽ രണ്ട് ഡെഫിനിഷനാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒന്ന് ഇത് നോക്ക്, എ പ്രൊഫഷൻ വിച്ച് സിഗ്നിഫൈ വൺ വില്ലിങ്നെസ് ടു മേക്ക് പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് സംതിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പം ഒരു വലിയൊരു എന്തായിരുന്നു കോവിഡ്, ഓക്കി ചുഴലിക്കാറ്റ് വന്നു. അങ്ങനെ എല്ലായിടത്തും കുറേ പേരെയൊക്കെ ചിലയിടത്തുനിന്ന് ഒഴിപ്പിച്ചു. ആ ഒരു സമയം എല്ലാവരും പഠിക്കുന്ന സ്ഥലത്തു നിന്ന് ഒഴിപ്പിച്ചെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും. അവിടെ ഈ ദുരിതാശ്വാസമായിട്ട് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ കാണും. അപ്പോൾ നമ്മളും കാണുമായിരിക്കും. ഈ ഒരു സമയത്ത് ഇത്രയും ആളുകൾക്ക് ഇപ്പം നമ്മളായിരിക്കും ആകെയുള്ളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. എന്ത് മരുന്നാണ് ചെയ്യേണ്ടത്, എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കും. അപ്പം ആ ഒരു ഹോൾ പീപ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്ത് ആ ഒരു ഹെൽത്ത് വിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മളായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണലായിരിക്കും എന്നും പറഞ്ഞ് നമുക്കൊരു ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? ബിക്കോസ് നമുക്കതിൽ നോളേജ് ഇല്ല. അത് ചെയ്യുന്നത് അതിൽ നോളേജുള്ളൊരു വ്യക്തിയായിട്ടുള്ള എൻജിനീയർ ആയിരിക്കും, അല്ലേ? അപ്പം ഇതുപോലെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതിനർത്ഥം ഒരു ലാറ്റിൻ വേർഡായിട്ടുള്ള പ്രൊഫഷിയോ എന്നതിലാണ് വന്നിട്ടുള്ളത്, വിച്ച് മീൻസ് വൺസ് വില്ലിങ്നെസ് ടു മേക്ക് എ പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് സംതിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് സാമൂഹികമായിട്ടൊരു ഡിക്ലറേഷൻ പറയാനുള്ള ഒരു വില്ലിങ്നെസ്സിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് നഴ്സിംഗ് എടുത്തത്, അതായത് ഹെൽത്ത് കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള ഒരു വില്ലിങ്നെസ് എടുത്തു. ഓക്കെ. അപ്പം പ്രൊഫഷൻ എന്ന് പറയുന്നത് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് പ്രൊഫഷിയോ. എന്താ പ്രൊഫഷിയോ മീനിങ്? വൺസ് വില്ലിങ്നെസ് ടു മേക്ക്, ഞാൻ തയ്യാറാണ്, വില്ലിങ്നെസ് ടു മേക്ക് പബ്ലിക് ഡിക്ലറേഷൻ, വൺസ് വില്ലിങ്നെസ് ടു മേക്ക് പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് സംതിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വില്ലിങ്നെസ് എന്ന് പറയണം, പബ്ലിക് ഡിക്ലറേഷനും വേണം, ഓഫ് സംതിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നും പറയണം. അടുത്തതാണ് അക്കോർഡിംഗ് ടു ഓക്സ്ഫോർഡ് ഡിക്ഷണറി ദ ടേം പ്രൊഫഷൻ റെഫേഴ്സ് ടു ആൻ ഒക്യുപ്പേഷൻ. അതൊരു ജോലിയാവാം.
അതൊരു ജോലിയാവാം, നിന്നെ സംബന്ധിച്ച് അതൊരു ജോലിയാവാം. ദാറ്റ് എൻറ്റെയിൽസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് പ്രൊഫസ്ഡ് നോളേജ് ഓഫ് സം ഫീൽഡ്. ആ ഒരു ഫീൽഡിനെ കുറിച്ചുള്ള ഒരു നോളേജ്. എനിക്കിപ്പം ഹെൽത്തിനെ കുറിച്ചായിരിക്കും നല്ല നോളേജ്. എൻ്റെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഫ്രണ്ടിന് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ അതിനെ കുറിച്ചായിരിക്കും നല്ല നോളേജ് ഉള്ളത്. അപ്പം the term profession refers to an occupation, ഒരു ജോലിയാണ്, that entails an application of professed knowledge of some field, subject or science. Okay, it's an occupation എന്ന് പറയണം. ആപ്ലിക്കേഷൻ ഓഫ് ദ പ്രൊഫസ്ഡ് നോളേജ്, ഒക്യുപ്പേഷനാണ് ആപ്ലിക്കേഷൻ ഓഫ് ദ പ്രൊഫസ്ഡ് നോളേജ് ഓഫ് സം ഫീൽഡ്, സബ്ജക്റ്റ് ഓർ സയൻസ്. ക്ലിയർ ആണല്ലോ? അത് പഠിച്ചില്ലേ? എൻ്റെ കൂടെ പഠിച്ചില്ലേ? അപ്പം പ്രൊഫഷൻ 2 ഡെഫിനിഷൻ പറയണം. ഒന്നെന്ന് പറയുന്നത് പ്രൊഫഷൻ വന്നത് ഒരു ലാറ്റിൻ വേർഡായിട്ടുള്ള പ്രൊഫഷ്യോ എന്നതിൽ നിന്നാണ്. ഇത് മീനിങ് ഇറ്റ്സ് എ വില്ലിങ്നെസ് ടു മേക്ക് പബ്ലിക് ഡിക്ലറേഷൻ ഓഫ് സംതിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പറയുന്നത് ദ ടേം റെഫേഴ്സ് ടു occupation that entails an application of professed knowledge of some field, subject or science. ഇനി പ്രൊഫഷനിലുണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് പറയണം. ഒന്നാമത്തത് ഉത്തരവാദിത്തം, ദ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. പ്രൊഫഷൻ നമ്മുടെ plays a vital role in dealing with the matter of the clients. ക്ലയൻറ്റുമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ആ ഒരു പ്രൊഫഷണൽസിന് വൈറ്റലായിട്ടുള്ള റോള് തന്നെ വഹിക്കുന്നുണ്ട്. ഓക്കെ, പ്രൊഫഷണലിൽ ഭയങ്കര ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റിയാണുള്ള ഉത്തരവാദിത്തം. ഇവർ കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സോ ഇന്നാഡിക്വേറ്റ് ആവശ്യത്തിന് അറിവോ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറയുന്നുണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം ചിലവർ പറയാറുണ്ട്, വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പഠിച്ചതൊന്നും ചോദിച്ചില്ല, അതിനിപ്പം വേസ്റ്റായിപ്പോയി. ഇത്രയും മെയിൻ ഹൈലൈറ്റ് ഇതാണ് വരുന്നത്, ഞാൻ ഇത്രയും ദിവസം പഠിച്ചത് പാഴായി പോയല്ലോ എന്ന്. പക്ഷെ ഒരിക്കലുമല്ല, ഇത്രയും പഠിച്ച കാര്യങ്ങൾ അതൊരിക്കലും വെറുതെ പോകുന്നതല്ല. ഒരു സമയത്ത് അത് യൂസ്ഫുൾ ആയിരിക്കും. അത് ഇന്നോ ഇന്നലെയോ നാളെയോ എന്നത് അറിയില്ല, എപ്പോഴാണ് ഇന്നോ നാളെയെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമായിരിക്കും ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്കും നമ്മൾ എഴുതുന്നത്, അതായിരിക്കും നമുക്ക് മാർക്ക് ഗെയിൻ ചെയ്ത് തരുന്നത്. അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് പെട്ടെന്നായിട്ട് നമ്മളിപ്പം CPR ചെയ്യുന്നുണ്ടല്ലേ, CPRൻ്റെ ഹെഡും ചിഹ്നം ആ ഒരു നമുക്കറിയാം. അല്ല നമുക്ക് ജോ ത്രസ്റ്റിൻ്റെ കാര്യം ക്ലിയറായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പഠിക്കണം. അറിഞ്ഞൂടാതെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റൂല. മീൻസ് പേഷ്യൻ്റ് എന്തുകൊണ്ടാണ് ഫോളോ ആയത്, ഇഞ്ചുറി പറ്റിയിട്ടുണ്ടോ, നമ്മുടെ സ്പൈനൽ കോഡിന് എന്ത് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം ആ ഒരു എന്താണോ ഐഡിയ, നമുക്കൊരിക്കലും ഒരു ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള നോളേജും സ്കില്ലും നമുക്കില്ല. ഇഞ്ചക്ഷൻ എടുക്കാൻ അറിഞ്ഞുകൂടാ. നമുക്കിപ്പോൾ പലതരം ഇഞ്ചക്ഷനുണ്ട്, IM, IV, ഇൻട്രാഡെർമൽ, അങ്ങനെ പല ടൈപ്പ്. അപ്പം നമുക്ക് ആവശ്യത്തിനൊരു സ്കില്ലില്ല, നമുക്ക് എടുക്കാൻ അറിഞ്ഞുകൂടാ, നമ്മൾ ഭയങ്കര കെയർലെസ്നെസ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് സപ്പോസ് ടു കോമൺ മിസ്റ്റേക്സ് സച്ച് എസ് കെയർലെസ്നെസ്. അവരൊരിക്കലും ചെയ്യാത്ത കാര്യമാണ് ആവശ്യത്തിന് സ്കില്ലില്ലാത്ത പ്രശ്നവും പിന്നെ ഭയങ്കരമായിട്ടുള്ള കെയർലെസ്നെസ്. ചെറിയൊരു കെയർലെസ്നെസ് മതി, മെഡിക്കൽ നെഗ്ലജൻസ്, ശ്രദ്ധയില്ലായ്മ മതി, തീർന്ന ആ പേഷ്യൻറ്റിൻ്റെ തന്നെ ഒരു നിങ്ങളെപ്പോലെ ഒരാളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും എത്ര പ്രധാനമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ആ ആളായിരുന്നുവെങ്കിലോ അത്. അപ്പം നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ആളെ കൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ നിങ്ങളെ നോക്കുമെന്ന് പറഞ്ഞ് നന്നായിട്ടിരിക്കുമ്പം അവരൊരു മെഡിക്കൽ നെഗ്ലിജൻസ് കാണിക്കുന്നെങ്കിലോ. അതുപോലെയാണ് ഓരോ മനുഷ്യനും വി ഷുഡ് നോട്ട് ഷോ ദാറ്റ് കെയർലെസ്നെസ്. നമുക്കതുണ്ടെങ്കിൽ കെയർലെസ്നെസ് മാറ്റിയെടുക്കണം. രണ്ടാമത്തത് ഇന്നാഡിക്വേറ്റുള്ള സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് ഷാർപ്പൺ ചെയ്തിട്ട് സെറ്റാക്കി എടുക്കണം സ്കില്ല്. അപ്പോൾ ഒന്നാമത്തതാണ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അതായത് പ്രൊഫഷണൽസിന് വളരെ ഉത്തരവാദിത്വമുണ്ട്, അവരൊരിക്കലും കെയർലെസ്നെസ് കാണിക്കാൻ പാടില്ല, ആവശ്യത്തിന് നോളേജ് ഇല്ലായ്മയും കാണിക്കാനായിട്ട് പാടില്ല. ഓക്കെ,
ഇനി അടുത്തതായിട്ട് വരുന്നതാണ് അക്കൗണ്ടബിലിറ്റി. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പ്രൊഫഷണൽ ടു പ്രൊവൈഡ് ബെസ്റ്റ് കെയർ ടു ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിന് ബെസ്റ്റായിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്? ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഒരു ധാർമ്മികത്വമാണ് പേഷ്യൻറ്റിന് കൃത്യമായിട്ടുള്ളൊരു കെയർ കൊടുക്കുകയാണ്. വി ആർ അക്കൗണ്ടബിൾ ടു. നമ്മളുടെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ നോക്കിക്കോളും എന്നതല്ല, നെവർ. കാരണം ഈ ഡോക്ടർ ഒരു ദിവസത്തെ ഒരു വാർഡ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 5 മിനിറ്റ് റൗണ്ട്സിനോ ചിലപ്പോൾ ആ ഡോക്ടറൊന്നും വന്നില്ലെങ്കിൽ ജസ്റ്റ് തിങ്ക് ദാറ്റ് ആ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നൊരു ചെറിയ ഹോസ്പിറ്റലാണ്, മീൻസ് ഗവൺമെൻറ് ജോലി കിട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയം ചെറിയൊരു ഹോസ്പിറ്റലിലോട്ടാണ് കിട്ടുന്നത്. ആ ചെറിയൊരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇത്രയും ഇന്ന് ഓഫ് കോഴ്സ് നേഴ്സ് അവരവരെ കൊണ്ട് ചെയ്യണതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഡോക്ടർ എപ്പോഴും ഡോക്ടറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമ്പം പേഷ്യൻ്റ് എന്തെങ്കിലും പറ്റിയാലോ, നമ്മുടെ വർക്ക് പ്രോപ്പറായിട്ട് നോക്കുന്നില്ലെങ്കിൽ എപ്പോഴും നമ്മൾ വി ആർ റെസ്പോൺസിബിൾ. നമുക്ക് ആ ഒരു പേഷ്യൻറ്റിനോട് ഒരു ഉത്തരവാദിത്വം ധാർമ്മികത്വം ഒക്കെ ഉണ്ടാവണം, അക്കൗണ്ടബിൾ ആയിരിക്കണം. സോ എപ്പോഴാണ് നമ്മളൊരു പ്രൊസീജിയർ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി ഓഫ് വർക്കിൻ്റെ ഉത്തരവാദിത്വം അവർ തന്നെയാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ. മൂന്നാമത്തത് തിയററ്റിക്കൽ നോളേജ്. ഒരു പ്രൊഫഷണലിന് നല്ല രീതിയിൽ തിയററ്റിക്കലി നോളേജ് ഉണ്ടായിരിക്കണം. എന്തിനത് ചെയ്തു, എപ്പോഴും അവരത് ചെയ്തു ഇവരത് ചെയ്തു എന്നല്ല, നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്തിനത് ചെയ്തു, എന്തുകൊണ്ടത് ചെയ്തു എന്ന് കൃത്യമായിട്ടുള്ളൊരു നോളേജ് ഉണ്ടായിരിക്കണം. ഓക്കെ. ചില സ്ഥലത്ത് നമുക്ക് നിൽക്കണം. ഇപ്പോൾ ഒരു ക്യാൻസർ വാർഡിൽ നിൽക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ആ ഒരു ഓങ്കോളജിയിൽ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ. എന്തിനാണ് സ്പെഷ്യലൈസേഷൻ വേണ്ടുന്നത്? കാരണം കുറച്ചും കൂടി നോളേജ് ആ ഒരു കാര്യത്തിൽ വേണം. അപ്പം തിയററ്റിക്കൽ നോളേജ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ പ്രാക്ടീസ് നല്ല രീതിയിൽ നോളേജും തിയറിയും സ്കിൽസും ഉള്ളവർ, നല്ല അറിവുണ്ടായിരിക്കണം. നല്ല അറിവ് മീൻസ് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നഴ്സിങ്ങിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഒരു തിയറിറ്റിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടത് ചെയ്യുന്നു, ഇതിൻ്റെ റാഷണൽ അതാണ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന് പുറമെ നമുക്ക് നല്ലൊരു അറിവുണ്ടായിരിക്കണം, നോളേജ് ഉള്ളവരായിരിക്കണം, നമ്മൾ സ്കില്ലുണ്ടായിരിക്കണം. ഓക്കെ. നാലാമത്തെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിപ്പറേഷൻ. The professional require practical experience in a protected company of senior members. അതായത് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു, നമ്മളെല്ലാവരും 4 വർഷം കഴിയുമ്പോഴത്തേക്കും പഠിച്ചിറങ്ങും അല്ലേ? 4 വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്ന സമയത്ത് നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടങ്ങ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം അങ്ങ് പെട്ടെന്ന് അങ്ങ് ചെയ്യും. നോ. ഇപ്പം അതേപോലെ നമ്മൾ ഫസ്റ്റ് ഇയർ കയറിയപ്പം തന്നെ നമ്മളെ കൊണ്ട് കത്തീഡ്രൽ കെയർ ചെയ്യിപ്പിക്കുമായിരുന്നു ഫസ്റ്റ് ഇയറിൽ. നോ. കാരണം നമ്മുടെ കോളേജിൽ ഓസ്കിയിൽ മാഡംസ് നിന്ന് ഇതിനെക്കുറിച്ച് ഡമ്മിയിൽ കാണിച്ചു തന്ന് അവിടെ റീഡെമോ ചെയ്ത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി മാഡത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളെക്കാട്ടും സീനിയർ ആയിട്ടുള്ള വ്യക്തികളുടെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സീനിയർ മെമ്പേഴ്സിൻ്റെ കീഴിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു പ്രൊഫഷണൽ ആവുന്നതിന് മുമ്പ് തന്നെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ഫ്രണ്ടിൽ നമ്മൾ നമ്മുടെ കഴിവൊക്കെ പ്രദർശിപ്പിക്കണം. അതെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഓട്ടോണമി പറഞ്ഞു, പിന്നെ നല്ല നോളേജിൻ്റെ തിയററ്റിക്കൽ നോളേജ് പറഞ്ഞു, ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, തിയററ്റിക്കൽ നോളേജ്, പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിപ്പറേഷൻ ആൻഡ് ഓട്ടോണമി. അതായത് നമ്മളിപ്പോൾ നമ്മളൊരു പ്രൊഫഷണലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ ഓരോ പ്രൊസീജിയറും, അതായത് പേഷ്യൻറ്റിൻ്റെ ഒരു റൈറ്റാണ് ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ പ്രൊസീജിയർ ചെയ്യുന്നു അതൊക്കെ അറിയാനുള്ള അവകാശം. കാരണം ഇറ്റ്സ് എ റൈറ്റ് ഓഫ് ദ പേഷ്യൻറ്റ്. അദ്ദേഹം ഏത് ഹോസ്പിറ്റലിൽ പോകണം, എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇപ്പം പേഷ്യൻ്റ് സിവിയർ ആയിട്ടുള്ള പ്രശ്നമുണ്ട്, പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ കിടക്കാൻ പറ്റില്ല,
കംപ്ലീറ്റ്ലി പേഷ്യൻറ്റിൻ്റെ റൈറ്റാണ് എവിടെ കിടക്കണം, എവിടെ കിടന്നാണ് മരിക്കേണ്ടത്, ഇതെല്ലാം പേഷ്യൻറ്റിൻ്റെ കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ റൈറ്റാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. ഇത് വീട്ടിൽ പോയുള്ള പ്രശ്നം, കോംപ്ലിക്കേഷൻ, ഹോസ്പിറ്റലിൽ കിട്ടുന്നൊരു ബെറ്റർ കെയർ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇനിയിപ്പം ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓട്ടോണമി എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഒരു റൈറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ ഈച്ച് ആൻഡ് എവറി പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് അത് നമ്മളാണ്. പ്രോപ്പറായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ പ്രൊസീജിയറിനെ കുറിച്ച് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഓട്ടോണമി അതായത് പ്രൊഫഷണൽസിന് they must have control and ultimate responsibility for their own work. അവരുടേതായ വർക്കിന് കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോളും വേണം, കൂടാതെ തന്നെ റെസ്പോൺസിബിലിറ്റിയും വേണം. 6 എന്ത് മൊറാലിറ്റി, ധാർമ്മികത വേണം എന്ന് പറയുന്നത്. അതായത് the responsibility inherent to the practice of the profession are responsible to rationally maintain without എന്താണ് പറയുന്നത്, മോറൽ ഫൗണ്ടേഷൻ. അതായത് ദ റെസ്പോൺസിബിലിറ്റി ഇൻഹെറൻറ്റ് ടു ദ പ്രാക്ടീസ് ഓഫ് പ്രൊഫഷൻ എന്താണ് നമ്മുടെ പ്രൊഫഷനിൽ റെസ്പോൺസിബിലിറ്റി ഇൻഹെറൻറ്റ്. ഓക്കെ, ഉത്തരവാദിത്തങ്ങൾ, കൈമാറി വന്ന ഉത്തരവാദിത്തങ്ങൾ ആർ ഇമ്പോസിബിൾ ടു റാഷണലി മെയിൻറ്റെയിൻ വിത്തൗട്ട് അതായത് നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് കൈമാറി വന്ന ഉത്തരവാദിത്തങ്ങളാണ്. ഇപ്പം നമുക്ക് നമ്മുടേതായ ഒരു എത്തിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റൂല. ഇപ്പം ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ്, പക്ഷെ അപ്പോൾ അവരുടെ ഇപ്പോൾ ചില ആളുകൾക്ക് ഫുൾ മണി യെസ് മണി വേണം, എങ്കിലും പേഷ്യൻ്റെ കെയറിൽ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം അടുത്ത നേഴ്സ് അടുത്ത ഷിഫ്റ്റിന് വരാൻ വേണ്ടി ഒന്ന് വൈകിയാൽ നമുക്കവിടെ നിൽക്കാൻ പറ്റൂല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡും നമുക്ക് നമ്മുടേതായ ഒരു എത്തിക്സ്, നമുക്ക് നമ്മുടേതായ ഒരു ധാർമ്മികത വേണം. ഓക്കെ, അടുത്തയാണ് എത്തിക്കൽ കൺസ്ട്രൈൻസ്. പ്രൊഫഷണൽസ് കോഡ് ഓഫ് കണ്ടക്റ്റിൽ അധിഷ്ഠിതരാണ്. അതായത് they also acquire towards the general body of the core value which are centered upon a uncompromising and unconflicted regarding the ക്ലയൻസ് ബെനിഫിറ്റ്സ്. അതായത് നമ്മുടെ മെയിനായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് പേഷ്യൻ്റെ കെയറാണ്. അല്ലാതെ ഒരിടത്തും പോയി അല്ലാതെ ഞാൻ പറയുകയാണ്, ഒരു ഈഗോ ഇഷ്യൂവിൻ്റെ കാര്യം ഇല്ല. അവിടെ ഡോക്ടർ വലുതാണ്, അല്ലെങ്കിൽ അവിടെ തൂക്കാൻ വരുന്ന ചേച്ചിമാർ അവർ ചെറുതാണെന്നോ, എല്ലാവരും ലിറ്ററലി പേഷ്യൻ്റെ കെയറാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഡോക്ടർ ചെയ്യുന്ന ഡയഗ്നോസിസ് ആണ് നമുക്കവർ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആസ് എ നേഴ്സ് നമുക്കറിയാം കെയറിലുപരി നമുക്കൊരു സ്പെഷ്യലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു 2 year 3 year സ്പെഷ്യലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന അതേ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി നോളേജ് അല്ലെങ്കിൽ കുറച്ചും കൂടി സ്കില്ലുണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചിമാരുടെ കാര്യം പറയുമ്പോഴത്തേക്ക് അവർ ക്ലീൻ ചെയ്യുന്ന എന്തിനാണ്, ഇൻഫെക്ഷൻ പേഷ്യൻറ്റിൽ നിന്ന് ബാക്കി ആരിലോട്ടോ സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാനാണ്. ഇനി അപ്പം നമുക്കൊരു എത്തിക്സ് ഉണ്ടാവണം എപ്പോഴും. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആ ബോർഡ് റൺ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അൺകോംപ്രമൈസ്ഡ് ആൻഡ് അൺകോൺഫ്ലിക്റ്റഡ് റിഗാർഡിങ് പേഷ്യൻറ്റിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നാണ് അവിടെ മെയിനായിട്ടുള്ള കാര്യം. 8 ഡയറക്റ്റ് വർക്കിംഗ് റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ നേഴ്സുമാർ പ്രൊഫഷണൽ എന്ന് പറയുമ്പം ഡോക്ടർ ഒരു പ്രൊഫഷണലാണ്, നമ്മളൊരു പ്രൊഫഷനാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണം, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് വേണം പേഷ്യൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്. അതല്ലാതെ അവിടെ ഒരു ഇങ്ങനെ മുറിവൊക്കെ കെട്ടുന്ന ചേച്ചി ഇപ്പം നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചോദിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം എനിക്ക് ഒരു കാര്യം പേഷ്യൻ്റെ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പോയി പേഷ്യൻറ്റിനോട് ചോദിക്കണം. ഇപ്പോൾ ഡോക്ടറിനൊരു കാര്യം പേഷ്യൻറ്റിൽ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഷ്യൻറ്റിനോട് വേണം ചോദിക്കാൻ. പക്ഷേ
മോസ്റ്റ് ഓഫ് ദ ടൈം നേഴ്സുമാരോട് ചോദിച്ചിട്ട് അങ്ങനെയാണ് അറിയുന്നത് അവർ. എങ്കിലും ബിക്കോസ് അവർ ബിസിയാണ്, പുതിയ പുതിയ പേഷ്യൻസിനെ കാണണം, കുറേ ഡയഗ്നോസിസ് നടത്തണം, അപ്പോൾ ഒരു ബിസി ആവുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ കഴിവതും നമ്മൾ ഡയറക്റ്റ്ലി പേഷ്യൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യം പേഷ്യൻ്റെ അടുത്ത് മാത്രം ചോദിക്കുക, ഒരു ഇൻ്റർമീഡിയേറ്ററിൻ്റെ ആവശ്യം ഇല്ല. അപ്പം നമ്മുടെ ഒരു പ്രൊഫഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. രണ്ടാമത്തത് അവർ അക്കൗണ്ടബിൾ ആയത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട് അവിടെ? കെയർലെസ്നെസ് ഉണ്ടാവാതിരിക്കാൻ, നമ്മളൊരു കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല. നമുക്കൊരു നോളേജ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് നല്ല നോളേജ് ഉണ്ടായിരിക്കണം കാര്യങ്ങളിലൊക്കെ. അടുത്ത പറയുന്നത് അക്കൗണ്ടബിലിറ്റി. നമുക്കൊരു ധാർമ്മികത എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി, നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് റെസ്പോൺസിബിലിറ്റി അത് നമുക്കാണ്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് നമുക്ക് നല്ല നോളേജ് ഉണ്ടായിരിക്കണം, അല്ലേ? നല്ല നോളേജ്, അതായത് സ്കില്ലായിക്കോട്ടെ, നമ്മുടെ ഒരു തിയറിറ്റിക്കലായിട്ടുള്ള നോളേജ് ആയിക്കോട്ടെ, അതൊക്കെ വേണം. അടുത്തയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിപ്പറേഷൻ. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു പ്രൊഫഷൻ ആവുന്നതിന് മുമ്പ് സീനിയേഴ്സ് അതിൽ കുറച്ചുകൂടി പ്രാവീണ്യം നേടിയ വ്യക്തികളുമായിട്ട് സംസാരിക്കുകയും ഒരു പ്രൊഫഷണൽ സീനിയേഴ്സുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കണം. അപ്പം ആദ്യം പറഞ്ഞ എന്താ? റെസ്പോൺസിബിലിറ്റി പറഞ്ഞു, അക്കൗണ്ടബിലിറ്റി പറഞ്ഞു, പിന്നെ നമുക്കൊരു നോളേജ് വേണം, തിയററ്റിക്കൽ നോളേജ് വേണം, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിപ്പറേഷൻ, ദെൻ ഓട്ടോണമി, മൊറാലിറ്റി, എത്തിക്കൽ കൺസ്ട്രെയിൻസ് ആൻഡ് ഡയറക്റ്റ് വർക്കിംഗ് റിലേഷൻഷിപ്പ്. എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി പറഞ്ഞുതരാം. ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി, നല്ല റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം വേണം. കെയർലെസ്നെസ്സിൻ്റെ കാര്യവും നമുക്ക് എഴുതണം. പിന്നെ എന്തെഴുതും? നല്ലൊരു നോളേജ് ഉണ്ടായിരിക്കണം എന്ന് പറയണം. പിന്നെ അക്കൗണ്ടബിലിറ്റി, നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് റെസ്പോൺസിബിലിറ്റി അത് നമ്മൾ തന്നെയാണ്. മൂന്നാമത്തത് തിയറിറ്റിക്കൽ നോളേജ്, നല്ല അറിവുണ്ടായിരിക്കും, തിയറിറ്റിക്കലായിരിക്കും, സ്കില്ലായിക്കോട്ടെ, ഓക്കെ, ഇൻ്റർനാഷണലൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിപ്പറേഷൻ, നമ്മൾ നല്ല സ്കിൽഡായിട്ടുള്ള സീനിയേഴ്സിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുന്നത്. പിന്നെ ഓട്ടോണമി, പേഷ്യൻറ്റിന് ഈച്ച് ആൻഡ് എവറി പ്രൊസീജിയർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദെൻ ഓട്ടോണമി പറഞ്ഞു, മൊറാലിറ്റി പറഞ്ഞു, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞു, എത്തിക്സ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം പേഷ്യൻറ്റുമായിട്ട് ഉണ്ടാവേണ്ടത്. ഓക്കെ, ഓട്ടോണമി പറയണം, മൊറാലിറ്റി പറയണം, എത്തിക്കൽ കൺസ്ട്രെയിൻസ് പറയണം, ആൻഡ് ഡയറക്റ്റ് വർക്കിംഗ് റിലേഷൻഷിപ്പും ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്ലാസ്. സിമ്പിളായിട്ട് എന്താണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞു, എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ എന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് പഠിക്കുന്നതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് കെയറിനോടും നമ്മളോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയും ഒരു പേഷ്യൻസിനോട് കാണിക്കുന്ന ഒരു ധാർമ്മികതയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന 8 പോയിന്റിൽ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആണ് എന്ന് തോന്നുന്ന കുറച്ച് പോയിന്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തേ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പം മറക്കണ്ട കേട്ടോ ആൻസർ പറയാനായിട്ട്.